നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. മൂവാറ്റുപുഴ അജു ഫൗണ്ടേഷൻ ഡി ശ്രീമാൻ നമ്പൂതിരിയുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ അവാർഡ് വിതരണം ചെയ്തു. മുൻ മന്ത്രി പാലോളി മുഹമ്മദ് കുട്ടിക്ക് ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ പുരസ്കാരം സമർപ്പിച്ചു. ഡി ശ്രീമാൻ നമ്പൂതിരിയുടെ സ്മരണാർത്ഥം മൂവാറ്റുപുഴ അജു ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയിട്ടുള്ള അവാർഡിന് അർഹനായി പാലോളി മുഹമ്മദ് കുട്ടി. കവി, സംസ്കൃത പണ്ഡിതൻ, അധ്യാപകൻ, വിവർത്തകൻ, ബാലസാഹിത്യകാരൻ തുടങ്ങിയ സാംസ്കാരിക രംഗങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ഡി ശ്രീമാൻ നമ്പൂതിരിയുടെ സ്മരണാർത്ഥമാണ് അവാർഡ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. മൂവാറ്റുപുഴ കബനി പാലസിൽ നടന്ന ചടങ്ങിൽ ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ മുൻ മന്ത്രി പാലോളി മുഹമ്മദ് കുട്ടിക്ക് അവാർഡ് സമർപ്പിച്ചു. 50,000 രൂപയും ആർട്ടിസ്റ്റ് നമ്പൂതിരി രൂപകൽപ്പന ചെയ്ത ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരമാണ് മന്ത്രിയിൽ നിന്ന് പാലോളി മുഹമ്മദ് കുട്ടി സ്വീകരിച്ചത്. ജനങ്ങളുടെ അവകാശങ്ങൾ പിടിച്ചെടുക്കുന്ന ഭരണകൂടം രാജ്യം ഭരിക്കുമ്പോൾ നമുക്ക് ആശങ്കയുടെ ദിനങ്ങളാണ് വരാൻ പോകുന്നതെന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. ഇവിടെ പറഞ്ഞ സാനുമാഷയെ പോലൊരാൾ തന്നെ ആ ഒബ്സർവേഷൻ പറഞ്ഞു. എന്താണ് പാലോളി എന്ന ആ രാഷ്ട്രീയ പ്രവർത്തകന്റെ വ്യക്തിത്വം, അദ്ദേഹത്തിന്റെ രീതികൾ എന്താണ് എന്ന് വളരെ വ്യക്തമായി പറഞ്ഞു. ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് ഞങ്ങൾ വിദ്യാർത്ഥികളായിരിക്കുന്ന കാലം മുതൽ അദ്ദേഹത്തെ അറിയുന്നതാണ്. പിന്നീട് പാർട്ടി പ്രവർത്തനത്തിലേക്ക്, വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിൽ സജീവമായി പിന്നീട് വരുമ്പോഴാണ് കൂടുതൽ അറിഞ്ഞു വരുന്നത്. അദ്ദേഹം ദീർഘകാലം കർഷക സംഘത്തിന്റെ സംസ്ഥാനത്തെ ഭാരവാഹിയായിരുന്നു. പിന്നീട് ആ കർഷക സംഘത്തിന്റെ സംസ്ഥാന സെക്രട്ടറിയായി പ്രവർത്തിക്കാൻ എനിക്കും അവസരം കിട്ടി. വിദ്യാർത്ഥികളായിരിക്കുന്ന കാലത്ത് കർഷക സംഘത്തിന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലാണ്. വിദ്യാർത്ഥികൾക്ക് സ്വന്തം ഓഫീസൊന്നുമില്ല. അവിടെ അങ്ങനെ പോയിട്ട് ചുറ്റിക്കൂടുന്നൊരു കാലത്ത് നേതാക്കന്മാരൊക്കെ TKയും അതുപോലെ പാലിസൊക്കെ വരുമ്പോൾ ഞങ്ങളിങ്ങനെ മാറും. കാരണം ഞങ്ങൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് ഔദ്യോഗികമായിട്ടല്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾക്ക് സ്ഥലമില്ലാത്തതുകൊണ്ടാണ് അവിടെ പോയി താമസിക്കുന്നത്. അപ്പം അന്ന് മുതലൊക്കെയുള്ള ദീർഘകാലമായ അനുഭവമുണ്ട്. അദ്ദേഹം CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും കേന്ദ്ര കമ്മിറ്റി മെമ്പറുമായി 2 ഘട്ടത്തിൽ വളരെ സുദീർഘമായി സംസ്ഥാന മന്ത്രിസഭയിലെ ചുമതല വഹിക്കുകയും ഒക്കെ ചെയ്ത അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പോഴും അദ്ദേഹം കാര്യങ്ങൾ ഇടപെടുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ഒരു സ്വാതന്ത്ര്യം കിട്ടുന്ന തരത്തിലേക്കുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണ് അദ്ദേഹം നടത്തുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൻ്റെ ചെറിയ അംശങ്ങൾ ഇവിടെ ഇറക്കിയിട്ടുള്ള ചെറിയ കുറിപ്പിൽ തന്നെയുണ്ട്. എബനേസർ ഫൗണ്ടേഷന്റെ എൻഡോമെന്റ് മുൻ MP ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ KFP അന്ധ വനിതാ തൊഴിൽ പരിശീലന ഉൽപാദന കേന്ദ്രം പ്രതിനിധികൾക്ക് 50,000 രൂപ എൻഡോമെന്റ് സമർപ്പിച്ചു. ചടങ്ങിൽ അജു ഫൗണ്ടേഷൻ ചെയർമാൻ പ്രൊഫസർ MK സാനു അധ്യക്ഷത വഹിച്ചു. കേരള ബാങ്ക് ചെയർമാൻ ഗോപി കോട്ടമുറിക്കൽ ആമുഖ പ്രഭാഷണം നടത്തി. മുൻ NCERT ഡയറക്ടർ ഡോക്ടർ J പ്രസാദ്, മുൻ MLA എൽദോ എബ്രഹാം, TV അനിത, KP രാമചന്ദ്രൻ, കമാൻഡർ CK ഷാജി, TS റഷീദ്, അജേഷ് കോട്ടമുറിക്കൽ, CK ഉണ്ണി, KM ദിലീപ്, ഫൗണ്ടേഷൻ ജനറൽ സെക്രട്ടറി പ്രമോദ് K തമ്പാൻ, കുമാരനാശാൻ ലൈബ്രറി സെക്രട്ടറി അജീഷ് ഗോപിനാഥ് തുടങ്ങിയവർ പ്രസംഗിച്ചു. പ്രൊഫസർ MK സാനു, ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഡോക്ടർ J പ്രസാദ് എന്നിവരടങ്ങിയ ജഡ്ജിംഗ് കമ്മിറ്റിയാണ് അവാർഡിനായി പാലോളി മുഹമ്മദ് കുട്ടിയെ തിരഞ്ഞെടുത്തത്. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. അമൂല്യമായ ഔഷധ സസ്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു, മുടി കൊഴിച്ചിൽ തടയുന്നു, താരനെ അകറ്റുന്നു. ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ.